മജ്ലിസുന്നൂർ കൂടാൻ MLA പോയതുകൊണ്ട് ജനങ്ങൾ വെള്ളത്തിലായ റോഡുള്ള നാട്. മുനിസിപ്പാലിറ്റിയിലെ താത്താന്റോടുക്കും കുടുംബക്കാരോടുക്കും മുനിസിപ്പാലിറ്റിന്റെ കൊടി വെച്ച വണ്ടിയിൽ ലിബാമും ഫൗണ്ടേഷൻ ക്രീമും ഇട്ട് പോണതുകൊണ്ട് കുലുക്കും ജനങ്ങളെ നെരുക്കും പ്രശ്നം അറിയാതെ PR വർക്ക് ചെയ്യാൻ മറന്ന റോഡുള്ള നാട്. അതന്നെ എയർപോർട്ടുക്കും സകലമാന സ്ഥലത്തുക്കും ആംബുലൻസുകൾ വരെ ചീറിപ്പായുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ്. ജനനായകൻ എന്ന് സ്വന്തം ഫ്ലക്സുമൽ എഴുതണേ നാ ജനദ്രോഹകനാണെന്ന് കൊണ്ടോട്ടിക്കാർ മൊത്തം പറയണേ. കോരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ടൗണുകളിലൊന്നായ കൊണ്ടോട്ടിനെ വള്ളത്തിലും ബ്ലോക്കിലും മുക്കിക്കൊല്ലണ നല്ല കാഴ്ചപ്പാടില്ലാത്ത MLAയും MP യും മുനിസിപ്പാലിറ്റിയും ഉള്ളേ. റോട്ടുമ്മക്കൂടെ പോണോല് മൊത്തം എന്നും പിരാഗി പോണേ. ഈ റോഡിന് അള്ളാനെ ഓർത്ത് പൊറനാട്ടുകാരെ നിങ്ങൾ പോരരുതിട്ടോ. ഈ കാണുന്ന പെരുമ്പൽപ്പള്ള കല്ല് കോറി വേസ്റ്റ് ഇത് മുനിസിപ്പാലിറ്റി ഇട്ടതാണോ? അല്ല. MLA തട്ടിച്ചതാണോ? അല്ല. PWD തട്ടിച്ചതാണോ? അല്ല. മന്ത്രി പറഞ്ഞതാണോ? അതുമല്ല. പിന്നെ ആരാ തട്ടിച്ചത്? വാട്ടർ അതോറിറ്റിന്റെ PWDന്റെയും കൂടി പണിപ്പെടുക്കണത് ഈ സാധുക്കളായ പോലീസാരാ. ലക്ഷങ്ങൾ ടാക്സ് കൊടുത്തു പോണ കാറിന് പരിക്ക് പറ്റിയാല് ആര് സമാധാനം പറയും? ആര് നന്നാക്കി തരും? പറഞ്ഞ കല്യാണത്തിനും പറയാത്ത കല്യാണത്തിനും പോയി ചോറും തിന്ന് പല്ലി കുത്തിയെടുത്ത് കുത്തിക്കാണ്ട് ഫോട്ടോ എടുത്ത് വീണ MLA സമാധാനം പറയോ? എത്ര കൊല്ലം പിറകിലാണ് ചങ്ങായിമാരങ്ങള്? 10 കൊല്ലം പിറകിലാണ് കൊണ്ടോട്ടി. അതും ആദ്യത്തെ 5 കൊല്ലം തന്നെ ഈ MLAന്റെ ലെവൽ എന്താണെന്ന് ഇയാളെ പാർട്ടിക്കാരായ ലീഗാർക്ക് തന്നെ മനസ്സിലായിരുന്നു. എന്നിട്ട് പിന്നെ ആരും കിട്ടാത്തോണ്ടാണെന്ന് അറിയില്ല ഒരു 5 കൊല്ലം കൂടി ഇതിനെ തന്നെ എങ്ങനെ ഞങ്ങൾ ഇറക്കിയത്? അതിനൊക്കെ കൈക്കോട്ടുണ്ടായിക്ക് പൂളിട്ട മാതിരി താങ്ങാൻ നിന്നേ കോൺഗ്രസ്സുകാരുമാണ് സമ്മതിച്ച. ആങ്ങളുടെ കല്യാണത്തിന് ചോറ് വെച്ച് നന്നാവാത്ത വെപ്പാരനെ പെങ്ങളെ കല്യാണത്തിന് ചോറ് വെക്കാൻ ആരെങ്കിലും വിളിച്ചാൽ അതേപോലെ ഉണ്ടാവും. എന്നാൽ കൊണ്ടോട്ടിയിലെ ഫ്ലക്സുമലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജനനായകനായ MLA എന്ന്. എന്നാലേ അത് ഈ MLA അല്ലട്ടോ. 10 കൊല്ലം ഭരിച്ച ഈ MLA ജനനായകനല്ല. ഈ 10 കൊല്ലം ഭരിച്ച MLA ജനദ്രോഹകനാണ്. അതിനുള്ള തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഫ്ലൈ ഓവർ ഏത് കാലണ്ട് കൊണ്ടോട്ടി ആഗ്രഹിക്കണ്? ഡ്രെയിനേജ് മര്യാദക്ക് നിങ്ങളാക്കിനോ? 4 ആൾക്കാർ കൂടി ഇന്ന് മൂത്രമൊഴിച്ചാൽ ഇവിടെ വെള്ളം പൊന്തും. പിന്നെ എന്തി കൂടെ മനുഷ്യന് പോകാൻ കഴിയൂല. കൊണ്ടോട്ടിയിലെ ഒരു സാധാരണക്കാരനായ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ഈ കൊണ്ടോട്ടിക്കാരായ ഒരുപാട് ആളുകൾ പറയാൻ ആഗ്രഹിച്ചതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കർത്തവ്യം പൊതുവിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിഞ്ഞു. മുനിസിപ്പാലിറ്റി അടച്ചു വെച്ച കയ്യേറി വെച്ച ഓടകൾ പൊളിക്കുന്നു. ഇതിന് ഉടനടി നടപടികൾ വരുന്നു. ഫണ്ടില്ല എന്ന് പറഞ്ഞിരുന്നവരും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഇവിടുത്തെ ഡ്രെയിനേജ് എന്ന് പറഞ്ഞിരുന്നവരും MLAക്ക് ഇതിൽ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞിരുന്നവരൊക്കെ എല്ലാ കാര്യങ്ങളും ഇതാ വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സമരങ്ങൾ നടക്കുന്നു. കാരണം കൊണ്ടോട്ടിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങളായാലും ഇങ്ങോട്ടേക്ക് യാത്ര വരുന്ന സമയത്ത് നീറ്റാണിമൽ എന്ന് പറയുന്ന സ്ഥലം, അതായത് എയർപോർട്ടിന് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം കുറുപ്പത്ത് വരെ ഇതിൻ്റെ ആഘാതമുണ്ട്. ഇതിലൂടെ എങ്ങനെ ഒരു ആംബുലൻസ് കടന്നു പോകും? അപ്പോൾ ഇതിലൂടെ ഒരു ആംബുലൻസ് കടന്നുപോയ അവസ്ഥ നിങ്ങൾക്കറിയാം. ഇതിലൂടെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഒരു ലക്ഷ്യം വെച്ച് പോകുന്ന പെട്ടെന്നുള്ളൊരു യാത്രക്ക് ഇറങ്ങുന്ന ഒരാൾ ഞാനായാൽ പോലും എങ്ങനെ ഈ ബ്ലോക്കിലൂടെ കടന്നു പോകും? അതും വെള്ളക്കെട്ട്. സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് നമ്മളൊരു വൈറ്റ് പാൻറ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ റെഡ് കളറാക്കി തരും. അതൊക്കെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയും MLAയുടെയും ഭരണകൂടത്തിൻ്റെയും വീഴ്ച തന്നെയാണ്. ഞാൻ പറഞ്ഞത് എൻ്റേതായ ആക്ഷേപഹാസ്യ മലബാർ ശൈലിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അത് അതിൻ്റേതായ രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് മുൻകാലങ്ങളിലും അറിയുന്നതാണ്. അത് മുന്നേ കൂരിയാട് റോഡ് തകർന്ന സമയത്ത് മന്ത്രി റിയാസിനെ പോലുള്ള ആളുകൾ, അതായത് റിയാസ് സാറെ പോലുള്ള ആളുകളെ CMനെ വരെ പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇതിൽ. കാരണം സത്യങ്ങൾ പറയുമ്പം കൊള്ളേണ്ടവർക്ക് കൊള്ളും. അതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണുന്നത്. ഇത് നിങ്ങൾ ഇവിടുത്തെ പൊതുജനത്തിന് നേരെ മൈക്ക് നീട്ടിക്കഴിഞ്ഞാൽ ഇതിലും മോശമായ ഭാഷയിൽ ഇവർ പ്രതികരിക്കും. കാരണം ചൂണ്ടുവിരലിൽ മഷി പുരട്ടി വിട്ട ജനത്തിന് ഇത്തിരിയെങ്കിലും കമ്മിറ്റ്മെൻറ്റ് തിരിച്ചു കൊടുക്കേണ്ട ഒരു കടമ ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട്. ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഒരു വാക്ക് ഞാൻ പറയാം. ആ വാക്കിന് വ്യക്തിയധിക്ഷേപത്തിൻ്റെ സാരമുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അഞ്ചിത കുഞ്ചിത വജ്രംബിത കുത്സാഹ മാസ്മരിക പുളകിത പ്ലിങ്ങോ ഒച്ചുള്ള റോഡ് ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കി. എനിക്ക് എൻ്റേതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ ഇപ്പോൾ പൊട്ടിയിടാത്തവർ എന്നൊക്കെ പറഞ്ഞതിന് ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ 1-2 ഉദാഹരണങ്ങളും കൂടെ പറഞ്ഞുതരാം. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മികച്ച MLAമാരിൽ ഒരാളായിട്ടുള്ള ഏറനാടൻ ശൈലി ഉപയോഗിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട PK ബഷീർ സാഹിബ് നിയമസഭയിൽ സംസാരിക്കുമ്പോൾ അവിടുത്തെ ലേഡീസായിട്ടുള്ള MLAമാരൊക്കെ പോയിട്ട് കേസ് കൊടുക്കുന്നുണ്ടോ? കുഞ്ഞൂഞ്ഞിൻ്റെ മുടിയും കുഞ്ഞൂഞ്ഞിൻ്റെ ശൈലിയും കുഞ്ഞൂഞ്ഞിനെയും അനുകരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കുഞ്ഞൂഞ്ഞ് കേസ് കൊടുക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ സാറ് എത്രയോ ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതിനൊക്കെ പോയി കേസ് കൊടുക്കുന്നുണ്ടോ? പൊതുപ്രവർത്തകരെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലും കൂടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു മനസ്സ് അവർക്ക് വേണം. അല്ലാതെ സത്യം വിളിച്ചു പറയുമ്പം അതിനെതിരെ കേസ് കൊടുത്ത് പൊതുജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൊതുജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ലേ? ഈ ഒരു വിഷയം സംസാരിക്കേണ്ട സമയത്ത് എൻ്റേതായ ഹാസ്യ നർമ്മരസങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിവിടെ പ്രാസംഗികർ ഉപയോഗിക്കുന്നില്ലേ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൽ അടിച്ചമർത്തപ്പെട്ടാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ LDFൻ്റെ ആളല്ല, UDFൻ്റെ ആളല്ല. ഈ കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഇതേ MLAക്ക് വോട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ആവശ്യമാണ് പറഞ്ഞത്. ഞാൻ എന്നിലൂടെ പറഞ്ഞത് ഇവിടുത്തെ ജനം പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. അതിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ക്യാമറ അങ്ങോട്ടേക്ക് തിരിക്കേണ്ടി വരും. കാരണം പൊതുജനത്തിന് നേരെ, പൊതുജനം ഒരു കഴുതയാണെങ്കിൽ
ആ കൂട്ടത്തിലൊരു കഴുതയാണ് ഞാനും. ഇതിലിപ്പോൾ എൻ്റെ നേരെ പൊതുയോഗം വിളിച്ച് എൻ്റെ ബാപ്പാക്ക് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ സംസ്കാരം നിങ്ങൾ നോക്കണം. ഞാനിപ്പോഴും പറയുന്നു, എൻ്റെ നേരെ പൊതുയോഗം വിളിച്ച് ബാപ്പാക്ക് വിളിച്ചതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ വരില്ല. ഇത് UDFും LDFും ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതിനൊരു തീരുമാനം കാണും. അല്ലാതെ എൻ്റെ പിറകെ കൂടിയതുകൊണ്ടോ എന്നെ കേസ് കൊടുത്തതുകൊണ്ടോ ഇതിന് ഈ പാവങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ? ഞാനിത് എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വന്നില്ല, ആൾറെഡി റീച്ചുള്ള മനുഷ്യനാണ്. അപ്പോൾ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ MLAയും ഇവിടുത്തെ ചെയർപേഴ്സണും മുനിസിപ്പാലിറ്റിയും ഒക്കെയാണ്. കാരണം എന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് വിട്, നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കുക. ഈ വിഷയത്തിൽ എനിക്കിതിൽ കൂടുതലായിട്ട് പറയാൻ വയ്യ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും കേസാണ്. അതുകൊണ്ട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല, ജനം പ്രതികരിക്കട്ടെ. ഇതെല്ലാ വർഷവും ഉണ്ടാകുന്ന സ്ഥിരം പരിപാടികളാണ്. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇതുവരെ നടന്നിട്ടില്ല. എവിടെ ആരോട് ചോദിച്ചാലും മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ലാന്ന് മുനിസിപ്പാലിറ്റി പറയുന്നത്, NHAൻ്റെ ആണെന്ന് NHA അവർ പറയുന്നത്, MLAക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാന്ന് MLA പറയുന്നത്, NHAക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ MLA പറയുന്നത്. റോഡിന്നല്ല, ഓടേന്ന് റോട്ടിക്ക് കയറുന്നത്, ഓടേന്ന് റോട്ടിക്കാണ് വെള്ളം കയറുന്നത്. അതാണ് റോഡ് പൊളിയുന്നത്. ആളുകൾ ദുരിതം നടക്കാൻ തന്നെ വഴിയില്ല, ഫുട്പാത്തില്ല, ആളുകൾ പോകുന്നുണ്ട്, കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. റോഡിൻ്റെ ഉത്തരവാദിത്വം സത്യത്തിൽ NH അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാണ്. കാരണം അവർ 2020 സംസ്ഥാന ഗവൺമെൻറ് അവർക്ക് വിട്ടുകൊടുത്ത് ഏൽപ്പിച്ചു. അന്ന് 966 റോഡിൻ്റെ നമ്പർ. നേരത്തെ അതിന് 213 ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേ. അപ്പോൾ അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റ്, ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നത് കൊണ്ടാണ് ഇത് കൊടുത്തത്. ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ റോഡ് നേരെ സംസ്ഥാന ഗവൺമെൻറ്റിന് തിരിച്ചേൽപ്പിക്കുമെന്നാണ് തീരുമാനം. പക്ഷേ അങ്ങനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്യലും അതുപോലെ തന്നെ റോഡിനാവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം നടത്തലിൻ്റെ ഉത്തരവാദിത്തം NH അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാണ്, NHAയുടേതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അതിൻ്റെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോഴും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൂപ്പർവിഷൻ മുഴുവൻ. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി അപ്പോൾ NH അതോറിറ്റി ഓഫ് ഇന്ത്യ ഫണ്ട് കൊടുത്താലും അത് നിർവഹിക്കുന്നതും അതിന് ടെൻഡർ ക്ഷണിക്കുന്നതും അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതും ബില്ല് എഴുതി കൊടുക്കുന്നതും ഒക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരാണത് ചെയ്യേണ്ടത്. പക്ഷേ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇങ്ങനെ അവർ വിട്ടുകൊടുത്ത റോഡ് ശരിയാവണ്ണം മെയിൻ്റെനൻസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. തരേണ്ടത് NH അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, NHAI ആണ് ഇത് നോക്കേണ്ടത്. അവരുടെ മുമ്പിൽ ഈ വിഷയം അടക്കുമ്പോൾ പ്രത്യേകിച്ച് കൊണ്ടോട്ടി ടൗണിലുള്ള ഡ്രെയിനേജ്, അവിടെ ഓട സിസ്റ്റം ഒന്നും ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓട സിസ്റ്റം ഡ്രെയിനേജ് ശരിയാക്കുക എന്നുള്ള ഔട്ട്ലെറ്റുകൾ, ഡ്രെയിനേജൊക്കെ തുറക്കുക, ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുക എന്ന് തുടങ്ങിയ വലിയ ഉത്തരവാദിത്തം NH അതോറിറ്റി ഓഫ് ഇന്ത്യക്കുണ്ട്. അതിനുവേണ്ടി അവരുടെ മുമ്പിൽ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ മുമ്പിൽ ഒരു 8 കോടി 58 ലക്ഷം രൂപയുടെ ഒരു DPR ഇപ്പോഴും നിലക്കുന്നുണ്ട്. കേസിന് ആധാരമാണ് വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യുമ്പോൾ അതിലൊരു പരാതി കൊടുത്തു. ഞാൻ പരാതി കൊടുത്തതല്ല, ഞാൻ ഇഗ്നോർ ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ആളുകളൊന്നായിട്ട് പമ്പിച്ച സമ്മർദ്ദം, ഇതങ്ങനെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് മാത്രം. ആ കംപ്ലയിൻറ്റിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ അകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാനും അതുമായി പ്രൊസീഡ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആളുകൾ പറയുന്ന കഷ്ടപ്പാട് തികച്ചും ന്യായമാണ്. വളരെയധികം പിന്നെ അവരുടെ പ്രശ്നം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇവിടെയായിട്ടെല്ലാം മോങ്ങത്തും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇത് NH അതോറിറ്റി അത് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക വേണം. പൊതുമരാമത്ത് വകുപ്പാണ് ഇത് ഈ NH അതോറിറ്റിയെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇവിടുന്ന് ഇവർ അതിൻ്റെ സീരിയസ്നെസ് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ NH വിഭാഗം അവർ മുഖേനയാണ് ഇതിൻ്റെ പ്രപ്പോസലൊക്കെ പോകുന്ന അവർ മുഖേനയാണ്. ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ NHൻ്റെ CE ഇത് RON എന്ന് പറഞ്ഞാൽ NH അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസറുണ്ട് തിരുവനന്തപുരത്ത്. അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യേണ്ടവരാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്.